വിശുദ്ധർ ജൂലൈ 12 വിശുദ്ധ ജോൺ ഗ്വാൽബർട്ട്. AD 999 ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് വിശുദ്ധ ജോൺ ഗ്വാൽബർട്ട് ജനിച്ചത്. ധനികരും പ്രശസ്തരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. വിപ്ലവങ്ങൾ തുടർക്കഥയായിരുന്ന അക്കാലത്ത് ജോൺ ആയുധാഭ്യാസം പൂർത്തിയാക്കി ഉത്തമ യോദ്ധാവായി തീർന്നു. ബാല്യത്തിൽ ക്രൈസ്തവ മൂല്യങ്ങൾ അഭ്യസിക്കപ്പെട്ടിരുന്നുവെങ്കിലും യൗവനത്തിലെത്തിയതോടെ ജോൺ പൂർണ്ണമായും ലോകസുഖങ്ങളിൽ മുഴുകി. ഏതാണ്ട് ഈ അവസരത്തിലാണ് ജോണിൻ്റെ സഹോദരനെ അദ്ദേഹത്തിൻ്റെ ഒരു ചാർച്ചക്കാരൻ വധിച്ചത്. തൻ്റെ സഹോദരഘാതകനോട് പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു അന്നു മുതൽ ജോണിൻ്റെ ലക്ഷ്യം. ഒരു ദുഃഖവെള്ളിയാഴ്ച ഇടുങ്ങിയ ഒരു വഴിയിൽ വെച്ച് ജോൺ തൻ്റെ സഹോദരഘാതകനെ കണ്ടുമുട്ടി. അദ്ദേഹത്തെ വധിക്കുന്നതിനായി ചാടിയിറങ്ങിയ ജോണിൻ്റെ പാദത്തിൽ വീണുകൊണ്ട് അദ്ദേഹം ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. ക്രിസ്തുവിൻ്റെ പീഡനങ്ങളെ ഓർമ്മിച്ച ജോൺ തൻ്റെ പ്രതികാര ചിന്തയിൽ നിന്ന് ഉടൻ പിന്തിരിഞ്ഞു. അദ്ദേഹം ഇപ്രകാരം പ്രതിവചിച്ചു: യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന യാതൊന്നും ഞാൻ തിരസ്കരിക്കുകയില്ല. നിൻ്റെ ജീവിതം മാത്രമല്ല, എൻ്റെ സൗഹൃദവും ഞാൻ നിനക്ക് തരുന്നു. തൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്തപിച്ച ജോൺ ഉടൻ തന്നെ അടുത്തുള്ള ബെനഡിക്റ്റ് ആശ്രമ ദേവാലയത്തിൽ പ്രവേശിച്ച് ക്രൂശിത രൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി അനുതാപത്തോടെ തൻ്റെ പാപങ്ങൾക്ക് മാപ്പുപേക്ഷിച്ചു. അനുതാപപൂർണമായ ഒരു ഹൃദയത്തോടെ ജോൺ ബെനഡിക്റ്റ് ആശ്രമത്തിൽ പ്രവേശിക്കുന്നതിനായി ആശ്രമാധിപനെ സമീപിച്ചു. ജോണിൻ്റെ കോപശീലം അറിയാമായിരുന്ന അദ്ദേഹം ജോണിൻ്റെ ആവശ്യം ആദ്യം നിരസിച്ചെങ്കിലും അവസാനം അദ്ദേഹത്തെ സ്വീകരിച്ചു. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ജോൺ അനുദിനം വിശുദ്ധിയിൽ വളർന്നുകൊണ്ടിരുന്നു. മാതൃകാപരമായൊരു ജീവിതം നയിച്ചിരുന്ന ജോണിനെ തങ്ങളുടെ ആപത്തായി സഹസന്യാസികൾ തിരഞ്ഞെടുത്തെങ്കിലും അദ്ദേഹം ആ സ്ഥാനം നിരസിക്കുകയാണുണ്ടായത്. അധികം താമസിയാതെ ഏകാന്തതയെ സ്നേഹിച്ചിരുന്ന ജോൺ ഫ്ലോറൻസ് പട്ടണത്തിൽ നിന്ന് അകലെയുള്ള ടസ്കനിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. വലബ്രേസൻ എന്ന സഭയുടെ ആരംഭമായിരുന്നു അത്. ഈ സഭ സ്ഥാപിച്ചതിന് ശേഷം 3 കൊല്ലം മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. എങ്കിലും ഈ കാലയളവിൽ പുതിയ 12 ആശ്രമങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. 1073 ജൂലൈ 12-ാം തീയതി 73-ാമത്തെ വയസ്സിൽ അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എല്ലാ കാര്യങ്ങളിലും നീ ഇങ്ങനെ തന്നെ പറയുക, കർത്താവെ, അങ്ങയുടെ ഇഷ്ടം പോലെ എല്ലാം സംഭവിക്കട്ടെ.